നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റ് തീരത്ത് കപ്പൽ മറിഞ്ഞ മണലൂർ സ്വദേശിയെ കാണാതായി. വാടകയ്ക്കെടുത്ത വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ച വാടാനപ്പള്ളി സ്വദേശി പോലീസിന്റെ പിടിയിൽ. അന്തിക്കാട് തെരുവു നായ്ക്കൾ ആടിനെ കടിച്ചു കൊന്നു. വാർത്തകൾ വിശദമായി. ഇറാൻ ചരക്കു കപ്പൽ കുവൈറ്റ് തീരത്ത് മറിഞ്ഞ് മണലൂർ പാലം സ്റ്റോപ്പ് സൂര്യ നഗറിൽ 26 വയസ്സുള്ള വിളക്കേത്ത് ഹരിദാസൻ മകൻ ഹനീഷിനെ കാണാതായി. 10 മാസം മുൻപാണ് ഹനീഷ് കപ്പലിൽ ജോലിക്ക് പോയത്. അടുത്ത മാസം നാട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. അമ്മ നിമ്മി, സഹോദരൻ ആഷിഖ്. കണ്ണൂർ സ്വദേശിയും അപകടത്തിൽപ്പെട്ടതായാണ് സൂചന. 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 6 പേർ മരിച്ചതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. തൃശൂർ ലാലൂരിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ച വാടാനപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. എങ്ങണ്ടിയൂർ ധനേഷ് വധക്കേസ് അടക്കം നിരവധി കേസിലെ പ്രതിയായ വടനപ്പള്ളി തയ്യിൽ വീട്ടിൽ മണികണ്ഠനാണ് പിടിയിലായത്. 2 പേരെ കൊലപ്പെടുത്തിയ കേസടക്കം 40 ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഇയാൾ. തൃശൂർ, എറണാകുളം, മലപ്പുറം ഭാഗത്തുള്ള കള്ളുഷാപ്പിലേക്ക് കള്ളിന് വീര്യം കൂട്ടാൻ വേണ്ടിയുള്ള സ്പിരിറ്റ് കാര്യാട്ടുകരയിലുള്ള ഈ വാടക വീട്ടിൽ നിന്നുമാണ് എത്തിച്ചിരുന്നത്. 6 മാസം മുമ്പാണ് ഇയാൾ വീട് വാടകയ്ക്കെടുത്തത്. വളം സൂക്ഷിപ്പ് കേന്ദ്രമാണെന്നും ഒപ്പമുള്ളത് ഭാര്യയും കുട്ടികളുമാണ് എന്നാണ് അയൽവാസികളോട് ഇയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാളുടെ 2ാം ഭാര്യയാണിതെന്നാണ് പോലീസ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപ്പാദനവും വിതരണവും ഉണ്ടാകുവാനിടയുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് IPSന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന്റെ മേൽനോട്ടത്തിൽ ചാലക്കുടിയിൽ വെച്ച് നടന്ന വാഹന പരിശോധനയിൽ സ്പിരിറ്റുമായി പോയിരുന്ന വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനോട് ചേർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത്. പിടികൂടിയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മൊത്തം സൂക്ഷിപ്പ് കേന്ദ്രത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. തൃശൂർ വെസ്റ്റ് പോലീസ് SHO ലാൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി റെയ്ഡ് നടത്തുകയായിരുന്നു. പരിശോധനയിൽ അകത്തുള്ള മുറിയിൽ 3545 ലിറ്റർ കൊള്ളുന്ന 110 നീല കന്നാസുകളിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. അന്തിക്കാട് 6ാം വാർഡിൽ ആടിനെ തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നു. കാട്ടുപുരയ്ക്കൽ പ്രവീണിന്റെ ആടിനെയാണ് വെള്ളിയാഴ്ച പകൽ 12ഓടെ ഒരു കൂട്ടം തെരുവു നായ്ക്കൾ ആക്രമിച്ചത്. ആടിനെ വീടിനടുത്തുള്ള പാടത്ത് പുല്ല് തിന്നാൻ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. കരച്ചിൽ കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ 7ഓളം നായ്ക്കൾ ചേർന്ന് ആടിനെ ആക്രമിക്കുന്നതാണ് കണ്ടത്. കൂലിപ്പണിക്കാരനായ പ്രവീൺ ജോലി സ്ഥലത്തു നിന്നും എത്തി ആടിനെ മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ കൊടുത്തിരുന്നു. ശനിയാഴ്ച പുലർച്ചെയോടെ ആട് ചത്തു. പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പഞ്ചായത്ത് എൻ്റെ സ്ഥിരമായിട്ട് കൊല്ലം ഇപ്പോൾ ഒരു ആട് മരിച്ചു. ആടിനെ തെരുവ് നായ ആക്രമിച്ചു വന്നു. 6 മാസം മുന്നേ വേറെ ഉള്ളതിനെ കൊന്നു. പിന്നെ കഴിഞ്ഞ ആണ്ടുകളിൽ 2 വേറെയും കൊന്നിട്ടുണ്ട്. ഇത് സ്ഥിരമാണ് ഇവിടെ. എനിക്ക് മാത്രമല്ല ഇതൊരു അനുഭവം. ഒരു കോഴീനെ പോലും വളർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് നേരെയുണ്ടായ പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VA ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജവഹർ ബലമാഞ്ച് ബ്ലോക്ക് ചെയർമാൻ അശ്വിൻ ആലപ്പുഴ, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ കിരൺ തോമസ്, ആഷിഖ് ജോസ്, മണ്ഡലം പ്രസിഡന്റുമാരായ റാനേഷ് രാമൻ, ഷഹാബുദ്ദീൻ, മുഹമ്മദ്, VK സന്ദീപ് എന്നിവർ സംസാരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം? കേരളത്തിൽ ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത വിഷയങ്ങൾ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് സംഘം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സജീവമാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഭരണമുള്ള കാലത്തും വലിയ തോതിലുള്ള സ്വർണ്ണ കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളും മകളും ഉൾപ്പെടെയുള്ള ആളുകൾ ചില ആളുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിപ്പോകുന്നതായിട്ട് വിശദമായ റിപ്പോർട്ടുകൾ വന്നിരുന്നു.
വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് ഓണം സഹകരണ വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ഓണം നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. ഇത്തവണ വയനാട് ദുരന്തത്തിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ ഭാഗമായിട്ട് ഓണം ആഘോഷം വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഓണാഘോഷ പരിപാടികളില്ലെങ്കിൽ പോലും മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തിന് കരിന്തക്കാർക്കും കൂട്ടിയെത്തുകാർക്കും ഒരിടം കൊടുക്കാത്ത വിധം ഓണവിപണിയെ സജ്ജമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നമ്മുടെ ഈ ബാങ്ക് ഈ വിപണനം ഏറ്റെടുത്ത് നടത്താറുണ്ട്. ഈ വർഷവും ഈ ഓണം സഹകരണ വിപണി ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇത് തീർത്തും നമുക്ക് മറ്റുള്ള കരിന്തക്കാരെയും മറ്റു വിപണിക്കാരെയും ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിൽ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഈ ഓണം വിപണി എന്ന് പറയുന്നത്. ഡയറക്ടർ CK കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി VR ബാബു, ഡയറക്ടർമാരായ PV ചന്ദ്രശേഖരൻ, അശോകൻ പാലിശ്ശേരി, KV ഗോപാലകൃഷ്ണൻ, PK മോഹനൻ, കർഷകൻ NK ഷിബു, സഹകാരികൾ, ബാങ്ക് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. 22ഓളം അവശ്യ സാധനങ്ങൾ ഉത്രാടം വരെ തുടരുന്ന ഓണം സഹകരണ വിപണിയിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. താനം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഹോമിയോപ്പതി ഡിസ്പെൻസറികൾ സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് പെരിങ്ങോട്ടുകര GHLPS വെച്ച് നടത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി ടീച്ചർ മാത്രം ഒതുങ്ങുന്നൊരു ക്യാമ്പായിട്ടാണ് നമ്മുടെ എല്ലാ മെഡിക്കൽ ക്യാമ്പുകളും മാറുന്നത്. ഇവിടെ നിരവധി ക്ലാസ്സുകൾ ഉണ്ടാവും ഡോക്ടർമാരുടെ, അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാം. വന്ന ആളുകൾ ഇപ്പൊ കൺഫ്യൂഷനിലാണ്, ഹോമിയോ കാണണോ ആയുർവേദം കാണണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഏതാണ് കാണേണ്ടതെന്ന് അല്ലേ? കുറെ ആൾക്കാർ അലോപ്പതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ ക്ലാസ്സിലൂടെ ലഭിക്കും. ആ ക്ലാസ്സിലൂടെ വളരെ ശ്രദ്ധാപൂർവം കേട്ട് ഇവിടെ വരാത്ത ആളുകളെയും കൂടി അറിയിച്ചുകൊണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വാർഡംഗങ്ങൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു റാം എന്നിവർ സംസാരിച്ചു. ആയുർവേദ ഹോമിയോപ്പതി ഡോക്ടർമാരായ VC ദീപ്, ഡോക്ടർ മുഹമ്മദ് റഫീഖ് എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC 88 ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും 1ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. മെമ്മറീസ് എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി സ്കൂൾ പ്രിൻസിപ്പാൾ MA ആശ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ കൊണ്ടുപോകും, 1ാം ക്ലാസ്സിലിരുത്തും. അങ്ങനെ അവിടെയാണ് ജീവിച്ചു വളർന്ന് സ്കൂളിന് വേണ്ടി ജീവിക്കാനുള്ളൊരു ജീവിതമാണെന്ന് മനസ്സിൽ അന്ന് മുതലേ പതിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നല്ലൊരു ഓർമ്മയുണ്ട്. ഇവിടെ ഏതാണ്ട് ഈ വിദ്യാലയത്തിന്റെ കെട്ടുമട്ടുമാണ് കുറ്റിച്ചിറ സ്കൂളിന് അന്ന്. ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഓർക്കുകയായിരുന്നു, ഇങ്ങനെയായിരുന്നു ഈ സ്കൂള്. പണ്ടത്തെ ഫോട്ടോയാണത്. പണ്ടത്തെ സർക്കാർ പള്ളിക്കൂടങ്ങൾക്കൊക്കെ ഏതാണ്ട് ഈ മുഖമാണ് അല്ലേ? എന്തായാലും ഈ അന്ന് ഇല്ലായ്മകളുടെ ധാരാളിത്തത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നു പോന്ന നമുക്ക് ഇന്നും ഓർക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഇന്ന് കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ആയി നമ്മുടെ കുട്ടികൾക്ക്, എന്നാലും ഉണ്ട് നമ്മുടെ വിദ്യാലയത്തിന് ഒരുപാട് പരിമിതികൾ. സ്കൂൾ PTA പ്രസിഡന്റും 88 ബാച്ച് അംഗവുമായ പ്രിൻസ് മദൻ അധ്യക്ഷനായി. ചടങ്ങിൽ വലപ്പാട് ഉപജില്ല മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ മനോഹിത് മാഷിനെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥി അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. സുൽഫിക്കർ അലി, CS പ്രശാന്ത്, TS ബിജു, KP സ്നേഹനാഥ്, ഭഗിനി സുനിൽ, ശ്രീരേഖ ദിലീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. കഴിമ്പ്രം ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥി. കഴിമ്പ്രം VPM SNDP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി അൻവികയാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞാൻ കഴിമ്പ്രം സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇതിലാണ് ഞങ്ങൾ ഇന്ന്
സ്കൂളിലോട്ട് പോകാറ്. കുറേ ചേച്ചിമാർ ഇതിൽ ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് പോകുമ്പോൾ വീഴാറും പരിക്കൊക്കെ പറ്റാറുണ്ട്. ഞങ്ങളായാലും വണ്ടിയിൽ പോകുമ്പോൾ കുറേ പേർക്ക് പിന്നെ ആക്സിഡൻ്റൊക്കെ വരാറുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരെ എത്ര പെട്ടെന്ന് റോഡൊന്ന് ശരിയാക്കി തരുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇനി വീട് ഞങ്ങൾ കയ്യിൽ മേലെ കൊണ്ടിരിക്കും. സ്കൂളിലെ 2500-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് പോകുന്നത്. ബസ് ഉൾപ്പെടെ പോകുന്ന റോഡിൽ മഴ പെയ്താൽ തീരെ യാത്ര ചെയ്യാനാകുന്നില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി തരണമെന്നാണ് അൻവികയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി തരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. SNDP കാരമുക്ക് തെക്ക് ശാഖ യോഗവും വായനശാല വെള്ളം പൈപ്പ് ലൈൻ ഉദ്ഘാടനവും സംയുക്തമായി സംഘടിപ്പിച്ചു. ശാഖാ അംഗം EVS രവീന്ദ്രൻ തന്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി 300-ൽ പരം പുസ്തകങ്ങൾ വാങ്ങി ശാഖയ്ക്ക് നൽകിയിരുന്നു. പെരിങ്ങോട്ടുകര SNDP യൂണിയൻ പ്രസിഡന്റ് ഷൈൻ കാണാറ ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി ഗിരി ഞാറ്റുവെട്ടി ശാഖയ്ക്കായി സമർപ്പിച്ച മോട്ടോർ ടാങ്ക്, വെള്ളം പൈപ്പ് ലൈൻ എന്നിവയുടെ ഉദ്ഘാടനം യൂണിയൻ വൈസ് പ്രസിഡന്റ് സുനിൽ കൊച്ചത്ത് നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് അംബിക ടീച്ചർ അധ്യക്ഷയായി. തൊപ്പിയിൽ സുഗതൻ, രവീന്ദ്രൻ, ഗിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഷെല്ലി സുഗതൻ, വൈസ് പ്രസിഡന്റ് അജിത് സി എന്നിവർ സംസാരിച്ചു. ഒരു ശാഖ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ശരിക്കും മറ്റ് ശാഖകൾക്ക് ഒരു മാതൃകയായിട്ട് നിങ്ങളുടെ ശാഖ ആദ്യമായി തന്നെ നമ്മുടെ ഇവിടെ തുടങ്ങി. അതിനൊരു പ്രത്യേക നന്ദി നിങ്ങളുടെ ശാഖയ്ക്ക് പറയുന്നു. അതിന് കാണിച്ച ഒരു മനസ്സ്, അതുപോലെ ഈ രവീന്ദ്രൻ ചേട്ടൻ നിങ്ങൾക്ക് ഈ ബുക്ക് ഒരു 300-ൽ പരം നമ്മുടെ ഗുരുദേവനെ അറിയാനുള്ള ബുക്കുകൾ ഇവിടെ സംഘടിപ്പിച്ചൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശാഖയ്ക്ക് വേണ്ടി സമർപ്പിച്ച തീർച്ചയായും ഒരു പ്രത്യേക യൂണിയന്റെ പേരിൽ ഒരു അഭിനന്ദനം. പിന്നെ നമ്മുടെ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഏത് കാലത്തും ഗുരുവിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ പല ബോർഡുകളിലൊക്കെ ഗുരുദേവ ഛായാചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പല രാഷ്ട്രീയ സംഘടനയുടെയും ബോർഡുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ഗുരുവിൻ്റെ വചനങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നതോ നമ്മുടെ സമൂഹത്തിന് ഗുരു ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. സഹചാരി സെന്ററും ആംബുലൻസും തകർക്കുമെന്നും പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. 1200-ൽ അധികം കിടപ്പ് രോഗികൾക്ക് ICU കട്ടിൽ, ഓക്സിജൻ, വീൽചെയർ, വാട്ടർ എയർ ബെഡുകൾ, സൗജന്യ രക്തദാനം, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവ സൗജന്യമായി നൽകി വരുന്ന തൃത്തല്ലൂർ വെസ്റ്റ് സഹചാരി സെന്ററും അതിലെ ഉപകരണങ്ങളും ആംബുലൻസും അടിച്ചു തകർക്കുമെന്നും അതിന്റെ പ്രവർത്തകരെ ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തിയ തൃത്തല്ലൂർ വെസ്റ്റ് ഒസാമുക്ക് സ്വദേശിയായ യുവാവിനെതിരെ SKSSF സഹചാരി സെന്റർ പ്രവർത്തകർ വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകി. തൃത്തല്ലൂർ വെസ്റ്റ് SKSSF പ്രസിഡന്റും ജില്ലാ കോർഡിനേറ്ററുമായ ജാബിറിനെയാണ് ശനിയാഴ്ച രാവിലെ തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എത്തി തൃത്തല്ലൂർ വെസ്റ്റ് ഓസാമുക്ക് സ്വദേശിയായ യുവാവ് ഭീഷണിപ്പെടുത്തിയത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. സ്കൈഫോണിൽ ഓണം മെഗാ ഓഫർ പെരുമഴ. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. എല്ലാ സ്മാർട്ട് ഫോണുകൾക്കൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഓരോ പർച്ചേസിലും നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫർ സമ്മാന പെരുമഴ. ഓപ്പോ ഓണം സ്പെഷ്യൽ ഓഫർ. റെഡ്മി ഓണവിസ്മയം 0% EMI സൗകര്യം. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് EMI സൗകര്യം. സാംസങ് ഫോണുകൾക്ക് സാംസങ് ഫിനാൻസ് പ്ലസ് സൗകര്യം. പഴയ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം. റീസണബിൾ പ്രൈസ്. സെയിൽസ് ആൻഡ് സർവീസിംഗ്. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്.
മാത്രമല്ല കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. വലപ്പാട് പുത്തൻപള്ളിയിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. സെക്രട്ടറി PA നസീർ, ഖത്തീബ് അബ്ദുസമദ് ഫൈസി, NM ഷെരീഫ്, MK ആദമു, KA അയ്യൂബ്, PY ഷെരീഫ്, TM സക്കീർ, PA നിഷാദ്, KB മുഹമ്മദ് അലി, KK ഹനീഫ, PM മുഹമ്മദ്, CK ഷംസുദ്ദീൻ, PA ഷാജഹാൻ, ട്രഷറർ PS ഷഹീൻ, ഉസ്താദുമാരായ PP മുസ്തഫ, മുഹമ്മദ് ദാരിമി, ജബ്ബാർ യാക്കൂബ്, സലാം ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂളിൽ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് പോഷകാഹാരങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിൽട്ടൺ തച്ചിൽ, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഹംബലിൻ, അക്കാദമിക് കോർഡിനേറ്റർ ശ്രീജ CS, കാർമൽ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ കാതറിൻ ജയ, PTA വൈസ് പ്രസിഡന്റ് പ്രീത രാജു എന്നിവർ നേതൃത്വം നൽകി. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ തയ്യാറാക്കി കൊടുത്തുവിട്ട പലവിധ ഭക്ഷണ പദാർത്ഥങ്ങളും പഴവർഗ്ഗങ്ങളും പ്രദർശനത്തിലുണ്ടായി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത്, ചാഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സ്വാമി ബോധാനന്ദ ഹൈസ്കൂൾ കുറുമ്പിലാവിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ
പഞ്ചായത്തിന് കീഴിലുള്ള ആയുർവേദ ആശുപത്രികളിലും അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറികളിലും ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലായി ഹോമിയോ ഡിസ്പെൻസറിയിലും അതുപോലെ പുള്ളിയുള്ള ആയുർവേദ ഡിസ്പെൻസറിയിലും ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, വാർഡംഗങ്ങളായ ഷീബ ഫ്രാൻസിസ്, പുഷ്പ TV എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജിത, ഡോക്ടർ ഷെറീന, ഡോക്ടർ ജിഷ, ഡോക്ടർ ദിവീന, യോഗ പരിശീലകൻ ബൈജു, ഒപ്റ്റോമെട്രിസ്റ്റ് ഷബ്നത്ത് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വയോജന യോഗ പരിചയം, സ്പെഷ്യാലിറ്റി ചികിത്സ, നേത്ര പരിശോധന ചികിത്സ, സൗജന്യ മരുന്ന് വിതരണം എന്നിവയുണ്ടായി. തൃപ്രയാർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായി പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ശനിയാഴ്ച രാവിലെ സനീഷ് ജഗന്നിവാസ് ശാന്തി പ്രതിഷ്ഠ ചടങ്ങ് നടത്തി. ഗണേശോത്സവം സംഘാടക സമിതി പ്രസിഡന്റ് രാജു ശ്രീധർ പന്നിപ്പുലത്ത്, MV വിജയൻ, EG ശിവരാമൻ, ധനേഷ് പ്രസാദ്, രാജേഷ് കാരയിൽ, NS ഉണ്ണിമോൻ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D റീജിയൻ 2 ക്ലബ്ബുകളുടെ പൂക്കള മത്സരം നടത്തി. വടനപ്പള്ളി ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന പൂക്കള മത്സരം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആരെയും പറയിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ സംഘടന മുന്നോട്ട് പോകുകയാണ്. അതൊരു മനസ്സിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. ആ കെട്ടുറപ്പുള്ള ലയൺസ് ക്ലബിന്റെ സംഘാടകരെയും ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ള മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്ത് ഈ പൂക്കള മത്സരം, നേരത്തെ ഞാൻ പറഞ്ഞു പൂക്കള മത്സരത്തെ കുറിച്ചിട്ട്, 365 ദിവസം പൂക്കൾ വിടുന്ന ഒരു വീടുണ്ട്, ഒരു മലയുണ്ട്. കോഴിക്കോട് ആയഞ്ചേരി മല എന്ന് പറയുന്ന ഒരു മലയ്ക്ക് അവരുടെ മുറ്റത്ത് 360 ദിവസം പൂക്കളാണ്. ഇന്നലെ അത്തമ്മ ഉത്സവം കൊണ്ടാണ് റീജിയൻ ചെയർപേഴ്സൺ ലയൺ MC മദനകുമാർ അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പീതാംബരന്റെ ആരംഭത്ത് സോൺ ചെയർപേഴ്സൺമാരായ MM ദിനേശൻ, ലയൺ PS ഉണ്ണികൃഷ്ണൻ, ക്ലബ് പ്രസിഡന്റുമാരായ PR മോഹൻദാസ്, TN സുഗതൻ, പവിത്രൻ ഇയാനി, ശ്രുതി ചന്ദ്രൻ, VR സൽഗുണൻ, VS ഷാബുമോൻ എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരത്തിൽ വെങ്കിടങ്ങ് സെൻട്രൽ ലയൺസ് ക്ലബ് 1ാം സ്ഥാനവും തളിക്കുളം ലയൺസ് ക്ലബ് 2ാം സ്ഥാനവും ഏങ്ങണ്ടൂർ ലയൺസ് ക്ലബ് 3ാം സ്ഥാനവും നേടി. കഴിമ്പ്രം വാഴപ്പൂളി ക്ഷേത്രാങ്കണത്തിൽ ഓണത്തിന് വേണ്ടിയുള്ള ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. ക്ഷേത്രത്തിനു വേണ്ടി സമീപകാലത്ത് വാങ്ങിയ സ്ഥലത്ത് 400ഓളം ചെണ്ടുമല്ലി തൈകളാണ് വലപ്പാട് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം നട്ടുവളർത്തിയിരുന്നത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വലപ്പാട് കൃഷിഭവൻ ഓഫീസർ ലക്ഷ്മി മോഹൻ നിർവഹിച്ചു. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VC ഷാജി എന്നിവർ നേതൃത്വം നൽകി. വളരെ മാതൃകാപരമായ രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത ക്ഷേത്ര ഭരണസമിതിയെ കൃഷി ഓഫീസർ അഭിനന്ദിച്ചു. ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കണമെന്ന് കൃഷി ഓഫീസർ ആവശ്യപ്പെട്ടു. വാഴപ്പള്ളി ക്ഷേത്ര ഭാരവാഹികൾ മനോഹരമായിട്ട് ഈ തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ വരുന്ന ഭക്തർക്ക് കണ്ണിന് കുളിർമയും അതുപോലെ തന്നെ നല്ല സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു രീതിയിലുള്ള മനോഹരമായിട്ടുള്ള തോട്ടം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത കാലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള തോട്ടം ഒരുക്കാൻ സാധിക്കട്ടെ. ഇത് പുതിയതായി ഏറ്റെടുത്ത സ്ഥലമാണ് അല്ലേ? അപ്പോൾ ഈ വർഷം പുതിയതായിട്ട് ഏറ്റെടുത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും കൃഷി ഇറക്കാൻ ഇതിൽ ഇവർക്ക് കഴിഞ്ഞു. തുടർന്നും ഇതുപോലെയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത സീസൺ മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസയും. തൃശൂർ സിറ്റി പോലീസ് കുട്ടികൾക്കായി ഫ്രീഡം ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ നടത്തിയ റീൽസ് മത്സരത്തിൽ വിജയികളായ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന് അവാർഡ് നൽകി. 75ഓളം സ്കൂളുകൾ പങ്കെടുത്ത റീൽസ് മത്സരത്തിൽ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റാണ് 1ാം സ്ഥാനത്തിന് അർഹമായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോയിൽ നിന്ന് NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ EB ഷൈജ, വിദ്യാർത്ഥികളായ ശ്രീഹരി E, ശ്രീലക്ഷ്മി KU, ആവണി ബാബുരാജ്,
തൻസീഹ ഷമീർ, സിസിനി, ആനന്ദകൃഷ്ണൻ TM, അശ്വിൻ P സുധീഷ് എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. റബീഖ് ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാചകൻ പ്രസക്തിയും പ്രഭാവവും എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നാട്ടിക റേഞ്ച് കമ്മിറ്റി വലപ്പാട് ബാബുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയിൽ ഇഷ്ക് മജ്ലിസ് മൗലിദ് ആത്മീയ സദസ്സ് നടത്തി. സമസ്ത പ്രവാസി സെൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് CK കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പുത്തൻപള്ളി മഹൽ പ്രസിഡന്റ് VK സുലൈമാൻ ഹാജി പതാക ഉയർത്തി. റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് തഖിയുദ്ദീൻ യമാനി തങ്ങൾ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PP മുസ്തഫ മൗലവി, ഉമർ ബാഖവി പഴയന്നൂർ എന്നിവർ സംസാരിച്ചു. വർക്കിംഗ് സെക്രട്ടറി PA അബ്ദുൽ സമദ് ഫൈസി റബി സന്ദേശം നൽകി. NK സുബൈർ മുസ്ലിയാർ, PA നസീർ വലപ്പാട്, PM അബ്ദുൽ മജീദ് മുസ്ലിയാർ, PH സൈനുദ്ദീൻ, MK ഹുസൈൻ മാസ്റ്റർ, TK അബ്ദുസലാം മുസ്ലിയാർ, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. ലോകം മുഴുവനും ഈ സുദിനത്തെക്കുറിച്ച് ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. നവ ലിബറലിസ്റ്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം മോശമായി ചിത്രീകരിക്കുന്നു, അതിൻ്റെ 100 ഇരട്ടി ആധുനിക സയന്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികൾ, ദാർശനിക ചിന്തകന്മാർ മുസ്തഫായ നബിയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ലോകത്തിന് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ മൂല്യം തിരിച്ചറിയണമെങ്കിൽ നാം നബിയെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയും കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്ത് ഭരണം നിർജീവമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉറങ്ങാനുള്ള കട്ടിലും കിടക്കയും തലയിണയുമായാണ് കൊതകുളം സെന്ററിൽ നിന്ന് മാർച്ച് ആരംഭിച്ചത്. വലപ്പാട് പഞ്ചായത്തിന് മുമ്പിൽ മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെറ്റായ ഈ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ് വലപ്പാട് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരത്തിലൂടെ ഈ ഭരണസമിതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 4 വർഷം മുൻപ് അധികാരത്തിൽ വന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 5 വർഷം പിന്നിടുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ പണക്കാർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണസമിതിയായി വലപ്പാട് പഞ്ചായത്ത് ഭാരവാഹികൾ മാറുന്നു എന്നുള്ളത് അപമാനകരമായ ഒരു കാര്യമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, DCC ജനറൽ സെക്രട്ടറിയും എടമുട്ടം കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ ശോഭ സുബിൻ, ജോസ് താടിക്കാരൻ, VA ഫിറോസ്, ANG ജെയ്ക്കോ, KH കബീർ, ഇസ്മയിൽ അറക്കൽ, MM ഇക്ബാൽ, ഫാത്തിമ സലീം തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ അനിത ത്രിദീപ് കുമാർ, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, ബ്ലോക്ക് ഭാരവാഹികളായ CR അറുമുഖൻ, CV വികാസ്, കരയാവട്ടം സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ലാൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരുപ്പായി, സജിത്രൻ തയ്യിൽ, ഡേവിസ് വാഴപ്പിള്ളി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. അന്തിക്കാട് പഞ്ചായത്തും സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ യോഗ അംഗങ്ങളും ചേർന്ന് ഓണാഘോഷം നടത്തി. യോഗ പരിശീലകൻ KP വിപിൻ നേതൃത്വം നൽകി. തിരുവാതിരക്കളി, ഓണപ്പാട്ടുകൾ, കുട്ടിപ്പുലിക്കളി, പൂക്കളം എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. മധുരപലഹാരവും പായസവും വിതരണം ചെയ്തു. കഴിഞ്ഞ വട്ടത്തെ വർഷത്തെ കുറച്ച് പേര് മിസ്സിംഗ് ആണെങ്കിലും കുറച്ചുകൂടി കൂടുതലായിട്ടാണ് നമ്മൾ പ്രാവശ്യം സന്ധ്യയൊക്കെ വെച്ചാണെങ്കിലും അതിന് കൂടുതൽ നമ്മൾ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓണം വളരെ സന്തോഷകരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
മൃഗമല്ലേ മകളെ മൃഗജാതിയിൽ വച്ചേറ്റവും വലിയത് അനയതൻ മകളെ ദൂരെ കറു കറു നിറമായി കാണുവതെന്തമ്മേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുവൈറ്റ് തീരത്ത് കപ്പൽ മറിഞ്ഞ മണലൂർ സ്വദേശിയെ കാണാതായി. വാടകയ്ക്കെടുത്ത വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ച വാടാനപ്പള്ളി സ്വദേശി പോലീസിന്റെ പിടിയിൽ. അന്തിക്കാട് തെരുവു നായ്ക്കൾ ആടിനെ കടിച്ചു കൊന്നു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.